ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ പ്രഖ്യാപനത്തിന് ശേഷം പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങിയുമായും ചർച്ച നടത്തിയിരിക്കുകയാണ്. സത്യത്തിൽ രണ്ട് ചെന്നായ്ക്കൾ തമ്മിൽ മത്സരിച്ച് ഇടിയോടുന്ന, അതിൽ നിന്നും ചോര കുടിക്കുന്ന, അവരെ തമ്മിലിടിപ്പിച്ച് ചോര കുടിക്കുകയാണ് സത്യത്തിൽ ചൈന ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ചോരയിൽ വീർത്തു പെരുകാം എന്നായിരുന്നു ചൈനയുടെ ധാരണ. പക്ഷേ അത് 8 നിലയിലാണ് പൊട്ടിയിരിക്കുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സൈനിക സംഘർഷത്തെ തുടർന്ന് രൂപം കൊണ്ട പ്രാദേശിക സ്ഥിതിഗതികളെക്കുറിച്ചാണ് ചർച്ച ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്നാണ് ഇഷാഖ് ധാർ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാന്റെ പരമാധികാരം, പ്രാദേശിക അഖണ്ഡത, ദേശീയ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള തങ്ങളുടെ ഉറച്ച പിന്തുണ ചൈന വീണ്ടും ഉറപ്പിച്ചു പറഞ്ഞുവെന്നാണ് ധാർ പറയുന്നത്. പാകിസ്ഥാന്റെ സംയമനത്തെയും സ്ഥിതിഗതികളെ ഉത്തരവാദിത്തത്തോടുകൂടി കൈകാര്യം ചെയ്യുന്നതിനെയും ചൈനീസ് മന്ത്രി പ്രശംസിച്ചിരുന്നു. എക്കാലത്തെയും തന്ത്രപരമായ സഹകരണ പങ്കാളികൾ എന്നും ഉരുക്കുപോലെ ഉറച്ച സുഹൃത്തുക്കൾ എന്നുമാണ് ഇരു രാജ്യങ്ങളും പരസ്പരം ബന്ധത്തെ വിശേഷിപ്പിച്ചത്. കര, വ്യോമ, നാവിക അതിർത്തികളിൽ ഉടനടി വെടിനിർത്തൽ നടത്താൻ ഇന്ത്യയും പാകിസ്ഥാനും സമ്മതിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ചൈനയുടെ ഈ ഇടപെടൽ വരുന്നത്. ഇതിനിടെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുമായുള്ള വെടിനിർത്തൽ ധാരണയിൽ US പ്രസിഡന്റ് ട്രംപിന്റെ പങ്കിനെയും പാകിസ്ഥാൻ സ്വാഗതം ചെയ്തിരുന്നു. അയൽരാജ്യങ്ങൾ തമ്മിലുള്ള കശ്മീർ വിഷയത്തിൽ മധ്യസ്ഥ വഹിക്കാനുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനത്തിന് നന്ദി പറയുന്നു എന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. ദില്ലിയും ഇസ്ലാമാബാദും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ US ഇടപെട്ടതാണ് എന്നും കശ്മീർ തർക്കം പരിഹരിക്കാൻ മധ്യസ്ഥരാകുമെന്നും ട്രംപ് അവകാശപ്പെട്ടിരുന്നു. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള സമീപകാല വെടിനിർത്തൽ ധാരണയെ പിന്തുണയ്ക്കുന്നതിൽ മറ്റ് സൗഹൃദ രാജ്യങ്ങളോടൊപ്പം US വഹിച്ച ക്രിയാത്മകമായ പങ്ക് ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇത് സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രാദേശിക സ്ഥിതിഗതിയിലേക്കുള്ള ഒരു ചുവടുവെപ്പുമാണ് എന്ന് എക്സ്പോസ്റ്റിലാണ് ഈ പാക് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ നേട്ടമുണ്ടായത് ആർക്കെന്ന ചോദ്യത്തിന് ഉത്തരം ചൈന എന്ന് തന്നെയാകും പറയാൻ കഴിയുക. അയൽക്കാർ തമ്മിലുള്ള സംഘർഷത്തിന് പിന്നാലെ ചൈനീസ് പ്രതിരോധ കമ്പനികളുടെ ഓഹരികൾ വലിയ കുതിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. വ്യാഴാഴ്ച 20% വരെ കുതിച്ച ഓഹരികൾ 2 ദിവസം കൊണ്ട് അത് 36% വരെ നേട്ടമുണ്ടാക്കി. എന്താണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ ചൈന കാണുന്ന കച്ചവടം? പാകിസ്ഥാന്റെ ഏറ്റവും വലിയ ആയുധ വിതരണക്കാരനാണ് ചൈന. കഴിഞ്ഞ 5 വർഷം പാകിസ്ഥാൻ ഇറക്കുമതി ചെയ്ത ആയുധങ്ങളിൽ 81% വിതരണം ചെയ്തത് ചൈന തന്നെയാണ്. അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് സേനയെ ആധുനികവൽക്കരിക്കുകയാണ് ഷി ജിൻപിങ്. അതിന്റെ ഗുണഭോക്താക്കളും പാകിസ്ഥാൻ തന്നെയാണ്. ഷി ജിൻപിങ് അക്ഷരാർത്ഥത്തിൽ ചെന്നായ തന്നെയാണ്. ആയുധ വിതരണക്കാരനാണെങ്കിലും ചൈന നിർമ്മിത ആയുധങ്ങൾ യഥാർത്ഥ യുദ്ധത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചൈന ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. വലിയ സൈനിക ശക്തിയായി വളർന്നു വരുന്നുണ്ടെങ്കിലും 4 പതിറ്റാണ്ടിലേറെയായി ഒരു വലിയ യുദ്ധത്തിലും ചൈന പങ്കെടുത്തിട്ടുമില്ല. ചൈന ഈ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാകിസ്ഥാൻ അത് ഉപയോഗിക്കാൻ ഒരു അവസരം കിട്ടുന്നത്. ആ അവസരമാകട്ടെ ഇന്ത്യ പൂർണ്ണമായും നിലംപരിശാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും തങ്ങളുടെ ആയുധങ്ങളുടെ ശേഷി പരീക്ഷിക്കാനുള്ള ശ്രമമാണ് ഇന്ത്യ പാക് സംഘർഷത്തെ ചൈന കാണുന്നത്. നിലവിലെ സംഘർഷത്തിൽ ഇന്ത്യൻ വ്യോമസേനയ്ക്കെതിരെ ചൈനീസ് നിർമ്മിത J-10C യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ചെങ്ഡു എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രീസ് ഗ്രൂപ്പാണ് ഈ സിംഗിൾ എഞ്ചിൻ മൾട്ടി റോൾ കോമ്പാറ്റ് എയർക്രാഫ്റ്റ് രൂപകൽപ്പന ചെയ്തത് നിർമ്മിച്ചത്. 2003 മുതലാണ് ഇത് ചൈനീസ് വ്യോമസേനയിൽ സേവനത്തിന് പ്രവേശിച്ചത്. ചൈനയ്ക്ക് പുറത്ത് പാകിസ്ഥാൻ വ്യോമസേന മാത്രമാണ് J-10C യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യ തിരിച്ചടിച്ച ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിൽ പാകിസ്ഥാൻ J-10C ഉപയോഗിച്ചിട്ടില്ലെന്ന് ചൈന തന്നെ വ്യക്തമാക്കുന്നു. 2020 പാകിസ്ഥാൻ J-10Cയുടെ കയറ്റുമതി പതിപ്പായ 36 J-10Cകളും 250 PL-15E മിസൈലുകളും ഓർഡർ ചെയ്തതായി സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. 6 വിമാനങ്ങളുടെ ആദ്യ ബാച്ച് 2022 വിതരണം ചെയ്തു. ഇന്നുവരെ 20 J-10Cകൾ PAF-ൽ സേവനത്തിലുണ്ട്. ചൈനയിൽ വിഷ്യസ് ഡ്രോൺ എന്നും അറിയപ്പെടുന്ന J-10C ഫ്രഞ്ച് മിറേജ് പരമ്പരയിലെ യുദ്ധവിമാനങ്ങളെയാണ് കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത്. 500 കിലോഗ്രാം ഭാരമുള്ള 6 ലേസർ ഗൈഡഡ് ബോംബുകൾ, ഫ്രീ ഫാൾ ബോംബുകൾ അല്ലെങ്കിൽ 90 mm അൺഗൈഡഡ് റോക്കറ്റുകൾ, പോട്ടുകൾ എന്നിവ വഹിക്കാൻ ഈ യുദ്ധവിമാനത്തിന് കഴിയുമെന്നാണ് പറയുന്നത്. വിമാനത്തിന് സിംഗിൾ ബാരൽ 23 mm പീരങ്കിയും ഉണ്ട്. മാത്രമല്ല PL-15 മിസൈൽ
ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ചൈനയുടെ PL-15 മിസൈലുകൾ ഉപയോഗിച്ചതായും റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നു. യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന ദീർഘദൂര ദൃശ്യപരിധിക്കപ്പുറം എയർ ടു എയർ മിസൈലുകളാണ് ഇവ. ഏവിയേഷൻ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഓഫ് ചൈനയിൽ 2011 ഇവയുടെ വികസനം ആരംഭിക്കുകയും അടുത്ത വർഷം പരിഷ്കരിക്കുകയും ചെയ്തു. PL-15 മിസൈൽ ഡ്യുവൽ പ്ലസ്റ്റർ സോണിക് പ്രൊപ്പലേറ്റഡ് റോക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ AESA റഡാറും ഉണ്ട്. AESA റഡാർ ഒരു 2-വേ ഡാറ്റ ലിങ്കുമായി സംയോജിപ്പിക്കുന്നതാണ്. ഇത് കൃത്യമായ ഡേറ്റിംഗും മിഡ് കോൾസ് തിരുത്തലുകളും പ്രാപ്തമാക്കുന്നുണ്ട്. ഇത് വളരെ വൈവിധ്യമാർന്ന ആയുധമാക്കി മാറ്റുന്നു. PL-15 മിസൈലുകളുടെ പ്രവർത്തന പരിധി 200 മുതൽ 300 കിലോമീറ്റർ ആണ്. ഇതിന് മാക് 5 വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. PL-15 മിസൈലുകൾ ഇതിനോടകം തന്നെ ചൈനയുടെ ചെങ്-2, J-20, J-10C, അതുപോലെ തന്നെ ഷെൻയാങ് J-16 എന്നിവയിൽ സംയോജിപ്പിച്ചിട്ടുമുണ്ട്. ചൈനയുടെ PL-15 മിസൈലുകളുടെ ആദ്യ ഉപഭോക്താവായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ചൈനീസ് നിർമ്മിത SH-15, 15mm, 115mm മൗണ്ട് ക്ലൗഡ് സിസ്റ്റം അതായത് MGS ഉപയോഗിച്ച് നിയന്ത്രണ രേഖയിൽ നിരന്തരം വെടിയുതിർത്തിരുന്നു. അതിന് തക്കതായ മറുപടിയും പാകിസ്ഥാന് ഇന്ത്യ സൈന്യത്തിന് നിന്നും ലഭിച്ചിരുന്നു. MGS എന്നത് ഒരു മൊബൈൽ ട്രക്ക് അധിഷ്ഠിത പ്ലാറ്റ്ഫോമിൽ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കി തോക്കുകളാണ്. ഇത് തോക്കിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും സിസ്റ്റത്തിന് ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ സ്കൂട്ട് ചെയ്യാനും അനുവദിക്കുകയും ചെയ്യുന്നു. 2019 പാകിസ്ഥാൻ ഏറ്റെടുത്ത SH-15 പരമ്പരാഗത ഷെല്ലുകൾ ഉപയോഗിച്ച് 20 കിലോമീറ്ററും റോക്കറ്റ് സഹായത്തോടെയുള്ള പ്രോജക്റ്റുകൾ ഉപയോഗിച്ച് 53 കിലോമീറ്റർ വരെയും പറക്കാൻ കഴിയും. മിനിറ്റിൽ 4 മുതൽ 6 വരെ റൗണ്ട് വെടിവെപ്പ് നിരക്ക് ഇതിലുണ്ട്. കവചിത ക്യാബിനോട് കൂടിയ ഒരു പുതിയ ഷാൻസി സൈനിക ട്രാക്കിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഹോവിറ്റ്സർ നിർമ്മിച്ചിരിക്കുന്നത്. ചൈനീസ് നിർമ്മിത ഡ്രോണുകൾ ഏതൊക്കെ നോക്കാം. ചൈനയുടെ ഏവിയേഷൻ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ഓഫ് ചൈന വികസിപ്പിച്ചെടുത്ത അടുത്ത തലമുറയിലെ ഇടത്തരം ഉയരത്തിലുള്ള ദീർഘദൂര പ്രതിരോധ ശേഷിയുള്ളതും ആക്രമണശേഷിയുമുള്ളതുമായ ഡ്രോണുകൾ വിങ് ലോങ് 12. ഇതിനാകെ 11 മീറ്റർ നീളവും 20.5 മീറ്റർ ചിറകുകളും വിസ്താരവും 4.1 മീറ്റർ ഉയരവുമാണുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇവയെല്ലാം തന്നെ ഉപയോഗിച്ചിരുന്നാലും വിജയം അത് ഇന്ത്യയോടൊപ്പം തന്നെയായിരുന്നു. പല മിസൈലുകളും പല യുദ്ധവിമാനങ്ങളും പല യുദ്ധ ഉപകരണങ്ങളും ഒക്കെ തന്നെ ഇന്ത്യ നിലംപരിശാക്കിയത് നിമിഷ നേരം കൊണ്ടാണ്. ചൈനയുമായി ഏറ്റവും അടുത്ത സൗഹൃദമുണ്ടെന്നും ചൈനയുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്നുണ്ട് എന്ന് ഇപ്പോഴും പറയുന്നുണ്ടെങ്കിലും സത്യത്തിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ മനസ്സിനിരിപ്പ് അല്ലെങ്കിൽ പാകിസ്ഥാൻ സർക്കാരിന്റെ ഏറ്റവും ഒടുവിലത്തെ മോശം അവസ്ഥയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മതിരിച്ച് തുപ്പാനോ കച്ചിട്ട് ഇറക്കാനോ വയ്യാത്ത അവസ്ഥയായി കാര്യങ്ങൾ മാറുന്നുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. അതായത് നിലവിലെ സാഹചര്യത്തിൽ ചൈന കൊടുത്ത 8ന്റെ പണി, ചൈനയുടെ കൊടും ചതി അത് പാകിസ്ഥാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ മനസ്സിലാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല, അത് കയ്യിൽ തന്നെ വെച്ചിരുന്നാൽ മതി എന്നുള്ളൊരവസ്ഥയാണ് പാകിസ്ഥാൻ നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.